ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയത്തിന് വർക്കല ശിവഗിരിയിലെത്തും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് സ്വീകരിക്കാനായി വർക്കല ശിവഗിരിയിലെ അന്തേവാസികളും അവിടുത്തെ പ്രധാനിയും കാത്തു നിൽക്കുന്നതാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഇവിടെ സന്ദർശിക്കുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് നേരെ രാഹുൽ ഗാന്ധി വർക്കല ശിവഗിരിയിൽ എത്തുകയാണ്. ശിവഗിരി മഠത്തിലേക്ക് എത്തിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധി. അല്പസമയത്തിനകം തന്നെ ഏറ്റവും മുകളിലുള്ള ഈ മഹാസമാധിയിലേക്ക് എത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും ഈ വൈദിക മഠത്തിൽ അടക്കം എത്തി സ്വാമിമാരുമായി സംസാരിക്കുക. എന്തായാലും നിലവിൽ സച്ചിദാനന്ദ സ്വാമികൾ ഉൾപ്പെടെ ഈ ശിവഗിരി മഠത്തിന്റെ മഹാസമാധിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയും കാത്ത് നിൽക്കുകയാണ്. ഏകദേശം 10 മണിയോട് കൂടിയാണ് വർക്കല ക്ലിഫിൽ എത്തി അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത്. ഇടുക്കിയിൽ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഇടുക്കിയിൽ നിന്ന് ഇവിടേക്ക് എത്തുകയും അവിടെ നിന്ന് ഇപ്പോൾ വാഹനമാർഗം ഈ മഹാസമാധിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സമാധിയുടെ മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി സ്വാമിമാർ, മഠാധിപതി ഉൾപ്പെടെയുള്ളവർ, സച്ചിദാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആദ്യ വാഹന വ്യൂഹം ഇതാ എത്തിയിട്ടുണ്ട്. ഈ ശിവഗിരി മഹാസമാധിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെയുള്ള വാഹനത്തിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. കോൺഗ്രസ് നേതാക്കളടക്കം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. താഴെ നിന്ന് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം മുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പൈലറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇതാ ഈ ശിവഗിരി മഹാസമാധിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ഹെലികോപ്റ്ററിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നുള്ളതാണ്. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹം വാഹനത്തിൽ എത്തി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പം അടൂർ പ്രകാശ് ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. സച്ചിദാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ച് ഈ മഹാസമാധിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം താഴെ വൈദിക മഠത്തിലും ഒപ്പം ശാരദാ മഠത്തിലും എത്തി അദ്ദേഹത്തിനോട് സംസാരിക്കും എന്നുള്ളതാണ്. സംസാരിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക, തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. തുടർന്ന് വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. ഒപ്പം വൈകുന്നേരം VD സതീശന്റെ യാത്രയിൽ സമാപനം തിരുവനന്തപുരത്താണ്. അവിടെയും പങ്കെടുത്തതിനു ശേഷമായിരിക്കും മടങ്ങുക. വലിയ തിരക്കാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ശിവഗിരിയിൽ കാണാൻ വേണ്ടി കഴിയുക. ഏറ്റവും മുകളിലുള്ള മഹാസമാധിയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി ഈ ഇവിടുത്തെ സന്യാസിമാരുമായി അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്.